നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, അപ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് 1 കിലോ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ മല്ലി, പുതിന, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, ഒരു 8-10 പച്ചമുളക് ഒക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 6 സവാളയാണ് കേട്ടോ. ഒരു ചെറിയ മീഡിയം സവാള 6 വലുതാണെങ്കിൽ ഒരു 4 എടുത്താൽ മതി. പിന്നെ ഒരു 4 തക്കാളി ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇതാ കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടി പേസ്റ്റ് ചെയ്തത് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. മൊത്തത്തിൽ നല്ലോണം ബീഫിലേക്ക് പിടിക്കുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മളത് 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിനി മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള നല്ലോണം വഴണ്ടി വരണം, എന്നാലേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ സവാളയൊക്കെ നല്ലോണം മൊരിഞ്ഞിതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവണം, എന്നാൽ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളി ആയാലും തക്കാളി ആയാലും നല്ലോണം പേസ്റ്റ് രൂപത്തിലാവണം. അപ്പോൾ അത് അടുപ്പത്ത് അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് വഴറ്റി ഒക്കെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും മസാല കേട്ടോ ഞാനിതിലിടുന്നത്. അപ്പോൾ ഈ 3 മസാല ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടുപ്പത്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിയും പുതിനയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെക്കുക കേട്ടോ. അടുപ്പിൽ മൂടി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നെയ്ച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഓയിലും നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, കറാമ്പൂ, ഏലം എന്നിവയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരി എടുത്തിട്ട് അപ്പോൾ 1.5 പാത്രം വെള്ളം കേട്ടോ ഞാൻ വെക്കണത്. ഒരു പാത്രത്തിന് 1.5 പാത്രം വെള്ളം കേട്ടോ. അപ്പോൾ അത് ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദമ്മിടുക.